ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ നിയമപരമായ അംഗീകാരം, അവകാശങ്ങൾ, സംരക്ഷണം എന്നിവയിൽ സമൂലമായ മാറ്റം വരുത്തി 2019 ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നു. ട്രാൻസ്ജെൻഡർ എന്ന നിർവചനത്തിലും മാറ്റമുണ്ട്. ഈ ഭേദഗതിക്കെതിരെ പ്രതിഷേധവും വ്യാപകമാണ്. സുപ്രീം കോടതി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ഉത്തരവിട്ടു. എന്നാൽ ഇപ്പോഴും പലതരത്തിലുള്ള വിവേചനങ്ങൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ നേരിടുന്നു. പുതിയ നിയമ ഭേദഗതി ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. എന്നാൽ പുതിയ നിയമ ഭേദഗതിയിലും അപാകതകളുണ്ട് എന്നാണ് ട്രാൻസ്ജെൻഡറുകളുടെ ആരോപണം. നിലവിലുള്ള നിയമത്തിൽ ഉൾപ്പെട്ടിരുന്ന ട്രാൻസ് മെൻ, ട്രാൻസ് വിമൻ, അതായത് ട്രാൻസ് പുരുഷൻ, ട്രാൻസ് സ്ത്രീ, അത്തരം വ്യക്തികളിൽ ലിംഗപരിവർത്തന ശസ്ത്രക്രിയ ചെയ്തവരോ, ഹോർമോൺ ചികിത്സ എടുത്തവരോ, ലേസർ ചികിത്സ തുടങ്ങിയവ എടുത്തവരോ എന്നത് പോലും പരിഗണിക്കാതെ അവരെ പുറന്തള്ളുന്നു. ബൈനറി പേഴ്സൺസിനെ, ജെൻഡർ ക്യൂർ പേഴ്സൺസിനെ പുറന്തള്ളുന്നു. ബില്ല് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ലോജിക് ഇല്ലാത്ത കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഒരാളെ ബലമായി ട്രാൻസ്ജെൻഡർ തിരിച്ചറിയൽ സ്വീകരിക്കാൻ നിർബന്ധിതനാക്കപ്പെട്ട വ്യക്തി, അവരെ ഉൾപ്പെടുത്തുന്നു. ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഇതിനോടകം നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണനയ്ക്ക് എത്തിക്കഴിഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കർശനമായ കുറ്റമാക്കുന്നതാണ് പുതിയ ഭേദഗതി. എന്നാൽ ഇതും തങ്ങൾക്ക് തിരിച്ചടിയാകും എന്നാണ് ട്രാൻസ് വിഭാഗം ആരോപിക്കുന്നത്. ഒരു ട്രാൻസ്ജെൻഡറിനെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ബ്രൂട്ടലി ഏത് രീതിയിൽ ഉപദ്രവിച്ചാലും ഉണ്ടാവുന്ന ശിക്ഷ 6 മാസം മുതൽ 2 വർഷം വരെയാണ്. എന്നാൽ പുതുക്കിയ ഭേദഗതി ബില്ലിൽ ഒരു വ്യക്തിയെ നിർബന്ധിതമായി ട്രാൻസ്ജെൻഡർ ആക്കുന്നു. അങ്ങനെ ട്രാൻസ്ജെൻഡർ ആക്കി, അതായത് ഈ ഒരു കുടുംബ വ്യവസ്ഥയിലുള്ള വ്യക്തികൾ, കമ്മ്യൂണിറ്റി വ്യവസ്ഥയിലുള്ള വ്യക്തികൾ, ഇത് പ്രായപൂർത്തിയായ ആളാണെങ്കിൽ 10 വർഷം മുതൽ ജീവപര്യന്തം തടവും കുറഞ്ഞത് 2 ലക്ഷം രൂപ പിഴയും. ഇത് കുട്ടിയാണെങ്കിൽ ജീവപര്യന്തം തടവും കുറഞ്ഞത് 5 ലക്ഷം രൂപ പിഴയും. ജെൻഡർ ഡിസ്ഫോറിയയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ അവരുടെ ആവശ്യങ്ങൾ പറയുന്ന ഡോക്ടേഴ്സിനോട് ഇത്തരം നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സർജറിയിൽ നിന്നും പിൻവലിയാൻ വരെ കാരണമാകുന്നു. ഒരു വ്യക്തി ആരാണ് എന്ന് സ്വയം നിർണ്ണയിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 19, 21 പ്രകാരം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും അത്തരത്തിൽ സ്വയം അവർ ആരാണ് എന്ന് നിർണ്ണയിക്കാൻ അവകാശമുണ്ട്. അത്തരം ഒരു അവകാശം മൗലിക അവകാശമാക്കി തരണം എന്നാണ് അവർ കോടതികളോട് ആവശ്യപ്പെടുന്നത്. ഇതൊരു ന്യായമായ ആവശ്യമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നു.